വിവാദ പരാമർശത്തിൽ ആർഎസ്എസ് നേതാവ് ടി.ജി. മോഹൻദാസിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസായിരുന്നു കേസെടുത്തത്. ഇതിന് പിന്നാലെ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു പരാതി കൂടി ഇപ്പോൾ മോഹൻദാസിനെതിരെ ലഭിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPI മട്ടാഞ്ചേരി മണ്ഡലം സെക്രട്ടറി അബ്ദുൾ ജലീലാണ് പരാതി നൽകിയത്. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ മോഹൻദാസ് മട്ടാഞ്ചേരിയിലെ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസവും ഡാനി വലിയ തോതിലുള്ള പ്രതിഷേധം ആയിരുന്നു ഉണ്ടായത്. പ്രത്യേകിച്ച് CJP പ്രതിഷേധക്കാരെ അധിക്ഷേപിച്ച പരാമർശം അത് വലിയ തോതിൽ വിമർശനത്തിന് വഴിവെച്ചു. യുവജന സംഘടനകളടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇനിയും കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടോ? അതിൻ്റെ അടിസ്ഥാനത്തിലാണോ അവിടെ നിന്ന് ടി.ജി. മോഹൻദാസ് വിട്ടുനിൽക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നത്? അഭിലാഷ്, ആ രീതിയിൽ വേണം കാര്യങ്ങൾ കാണാൻ. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് മട്ടാഞ്ചേരിയിലുള്ള ചെറളായിലെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നടന്നത്. അവിടെ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്, കൂടുതൽ ആൾപ്പാർപ്പുള്ള ഒരു മേഖലയിലാണ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ അത് പോലീസ് നേരത്തെ തന്നെ ആ വഴി മുഴുവനായിട്ട് ബാരിക്കേഡുകൾ കൊണ്ട് അടച്ച് അതൊക്കെയാണ് പ്രതിഷേധത്തെ നിയന്ത്രിക്കുന്നത്. ഏതായാലും 2 വട്ടം 3 പ്രതിഷേധങ്ങൾ ഇവിടെ കഴിഞ്ഞിരുന്നു. DYFIയുടെയും AYFിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും എല്ലാം തന്നെ പ്രതിഷേധങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ ഈ പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് വഴിതടഞ്ഞതിനടക്കം കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ AYFിൻ്റെ പ്രതിഷേധത്തിനെതിരെയും പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഓരോ ദിവസവും ഇത് ശക്തിപ്പെടുകയാണ്, പ്രതിഷേധങ്ങൾ ശക്തിപ്പെടുകയാണ്. ടി.ജി. മോഹൻദാസിനെതിരെ നടപടി വേണമെന്ന് തന്നെ ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നു. ഇന്നലെ നിയമസഭയിലടക്കം ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അടക്കം ആ കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. ഏതായാലും ഇതിൽ നടപടി കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ പരാതിക്കാരുടെ അടക്കമുള്ള മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. മ്യൂസിയം പോലീസ് എടുത്ത കേസിൽ മൊഴി രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ ഇന്നലെ മട്ടാഞ്ചേരിയിൽ CPIയുടെ ഭാരവാഹി പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൊഴിയും വൈകാതെ രേഖപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം പോലീസ് തുടർ നടപടികളിലേക്ക്, അതിൻ്റെ പ്രൊസീഡിങ്സിലേക്ക് എല്ലാം തന്നെ കടക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ ടി.ജി. മോഹൻദാസ് അവിടെ നിന്ന് ചെറളായിലെ വീട്ടിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്നത് അറിയാനായിട്ട് സാധിക്കുന്നു. മറ്റിടത്തേക്ക് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതിഷേധം അവിടെ കടുക്കുന്ന ഒരവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു പിന്തുണ മോഹൻദാസിന് മറ്റാരുടെയും ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ്. കാരണം അതാണല്ലോ ഈ പ്രത്യേകിച്ച് ഈ RSSന്റെ വക്താവ് എന്ന നിലയിലാണ് പലപ്പോഴായി ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നൊക്കെ പ്രതികരണം ഉണ്ടാകുന്നത്. അത് ഔദ്യോഗിക വക്താവ് എന്ന നിലയിലല്ല, പലപ്പോഴും അനുഭാവികളൊക്കെ ഉണ്ടെങ്കിലും മോഹൻദാസിന്റെ പശ്ചാത്തലം നമുക്കറിയാം. പക്ഷേ BJPയോ RSSോ അല്ലെങ്കിൽ മറ്റ് സംഘപരിവാർ സംഘടനകളോ ഒന്നും തന്നെ പിന്തുണയ്ക്കുന്നില്ല എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? അതോടൊപ്പം ഏതെങ്കിലും തരത്തിൽ, അതായത് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യമുണ്ട്. അദ്ദേഹം തന്നെ പലപ്പോഴായി അദ്ദേഹത്തിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ താങ്കളിപ്പോൾ എയറിലാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആരോഗ്യം വളരെ കുറവാണ്, അതുകൊണ്ടൊന്ന് ഊതിയാൽ മതി, ഞാൻ എയറിലാവാൻ എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? ടി.ജി. മോഹൻദാസ് ഏതെങ്കിലും തരത്തിൽ മുൻകൂർ ജാമ്യവുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ ഡാനി? അഭിലാഷ്, അദ്ദേഹത്തെ ആരോഗ്യ പ്രശ്നം 80 വയസ്സാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാൾ തന്നെയാണ്. നമുക്കെല്ലാം അറിയാവുന്നതാണ്. പലപ്പോഴും ചർച്ചകളിലേക്കെല്ലാം തന്നെ എത്തുമ്പോൾ അത് പങ്കുവയ്ക്കുന്നതുമാണ്. എന്തായാലും പക്ഷേ പ്രസ്താവനകൾ നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന സ്ഥിതിയല്ല. കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നു. പ്രത്യേകിച്ച് ഈ RSSൻ്റെ വക്താവ് സൈദ്ധാന്തികൻ എന്നുള്ള ചില വിശേഷണങ്ങൾ ഒന്നും ആലോചിക്കാതെ ചിലർ നടത്തുന്നതാണ് എന്നത് RSS തന്നെ വ്യക്തമാക്കുന്നത്. കാരണം ഇത് ആ രീതിയിലുള്ളൊരു പ്രസ്താവന നടത്തുന്നതിന് ആരും തന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഈ രീതിയിലുള്ള ഒരു പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അദ്ദേഹത്തിന് ചുമതലയിലുമില്ല എന്ന് സംഘടന തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. പിന്നീട് കേസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കേസ് സ്വാഭാവികമായി വൈകാതെ അതിൻ്റെ ഒരു നടപടിക്രമങ്ങളിലേക്ക് കടക്കും. മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായാലുടൻ നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയും ചെയ്യും. ഇതിൽ ടി.ജി. മോഹൻദാസിൻ്റെ അടക്കമുള്ള മൊഴി രേഖപ്പെടുത്തുകയും ഈ അറസ്റ്റോ മറ്റ് കാര്യങ്ങളിലേക്കോ സ്വാഭാവികമായും കടന്നു പോകുന്നൊരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അതിനെ പ്രതിരോധിക്കാൻ ഒരു മുൻകൂർ ജാമ്യത്തിന് അദ്ദേഹം ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് വിലയിരുത്തപ്പെടേണ്ടത്. ശരി, അതോടൊപ്പം
ശരി ഡാനി, ഇതിൽ ഒരു കാര്യം കൂടിയുള്ളത്, ഇപ്പോൾ ഈ പ്രതിഷേധവും കനക്കുകയാണല്ലോ ടി.ജിയുടെ വീട്ടിലേക്ക് അടക്കം. നേരത്തെ നമുക്കറിയാം ഈ CJP-യുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിന് അനുഭാവം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. അതിൽ തന്നെ സംസ്ഥാന സർക്കാർ കേസെടുത്ത ഒരു പശ്ചാത്തലമുണ്ട്. നിയമപരമായി വഴി തടയുക, ഇത്തരത്തിൽ സംഘടിക്കുക, അങ്ങനെ ലീഗലി അത് കേസെടുത്തേ പോകാൻ പറ്റൂ. അതൊരു സാങ്കേതികത്വം തന്നെയാണ്. ഇവിടെയും ഈ പ്രതിഷേധക്കാർക്കും നേരെയും കേസെടുത്തിരിക്കുന്നു എന്നാണല്ലോ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. കാരണം അതൊരു നേരത്തെ പറഞ്ഞ പോലെ സാങ്കേതികത്വമാണെങ്കിൽ അതിൽ നടപടികൾ പാലിച്ച് മുന്നോട്ട് പോകണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വഴി തടയൽ ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, ആ പൊതുവഴി തടഞ്ഞു എന്നതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് DYFI നേതാക്കൾക്കെതിരെയും AYFിൻ്റെ നേതാക്കൾക്കെതിരെയും എല്ലാം തന്നെ കേസെടുത്തിരിക്കുന്നത്. അത് അത്തരം നടപടികളുമായി സ്വാഭാവികമായി നമ്മൾ ഈ പ്രതിഷേധ മാർച്ചുകളിലെല്ലാം തന്നെ കാണുന്നതാണ്. ഇതുപോലുള്ള ഈ വഴി തടഞ്ഞുകൊണ്ട് നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ രീതിയിലേക്കെല്ലാം തന്നെ പോകുന്നത് സ്വാഭാവികമായ അത്തരം രീതികളിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്യും. നമുക്കറിയേണ്ടത് ഇനിയിപ്പോൾ എടുത്ത കേസുകളുടെ ഒരു മുൻപോട്ടുള്ള പോക്ക്, അത് ഇപ്പോൾ TG മോഹൻദാസിനെതിരായാലും ഈ കേസുകളുടെ അടുത്ത നടപടി എന്നത് എന്താകും എന്നതാണ് നമ്മളെല്ലാവരും തന്നെ നോക്കുന്നത്. ഇതിൽ മൊഴിയെടുക്കലടക്കം വിവിധ സ്റ്റേഷനുകളിൽ പരാതി നൽകിയ സ്റ്റേഷനിൽ പരാതിക്കാരുടേതടക്കം മൊഴി സ്വീകരിച്ചതിൽ സ്വാഭാവികമായും TG മോഹൻദാസിനെ വിളിച്ചു വരുത്തുകയോ മൊഴിയെടുക്കാൻ അത്തരം നടപടികളിലേക്കെല്ലാം തന്നെ നീങ്ങേണ്ടതുണ്ട്. അതാണ് ഇനി ഒരു അടുത്ത ഘട്ടമെന്ന് പറയുന്നത്. അതിനിടയിൽ TG മോഹൻദാസ് ജാമ്യത്തിന് ശ്രമിക്കുമോ എന്നതും ഇനി അറിയേണ്ടതുണ്ട്. യെസ്, എന്തായാലും സോഷ്യൽ മീഡിയ പരാമർശം, അതോടൊപ്പം തന്നെ TG മോഹൻദാസിൻ്റെ അധിക്ഷേപം, ഇതിൽ എല്ലാം ആണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. അതേസമയം പ്രതിഷേധക്കാർക്ക് നേരെയും പോലീസിൻ്റെ നടപടി ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്താണ് ഇനി പോലീസിൻ്റെ തുടർ നീക്കങ്ങൾ, അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.